ഹായ്, നമ്മൾ വാഗമണ്ണാണ് വന്നിട്ടുള്ളത്. നമ്മളിവിടെ വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ജിംനി റീസെൻ്റ്ലി ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കംപ്ലീറ്റ് ഓഫ് റോഡ് സ്പെക്കിൽ ബിൽഡ് ചെയ്ത വണ്ടിയാണ്. അപ്പം ഓൾമോസ്റ്റ് ഒരു 2 months മേളിലായി വണ്ടി ഫുള്ള് വർക്ക് കഴിഞ്ഞ് റോഡിൽ ഇറങ്ങിയിട്ട്. അപ്പം ഇതിൻ്റെ ഓണറും വണ്ടിയുടെ അവൈലബിലിറ്റിയൊക്കെ നമുക്ക് ഇത്തിരി ടൈം എടുത്തു കിട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മളിപ്പം വാഗമണ്ണ് വന്നിട്ടുണ്ട്. ഒരു അത്യാവശ്യം ഓഫ് റോഡ് സ്പെക്കിലാണ് നമ്മളിപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ ടെറൈൻസും അത്യാവശ്യം ഓഫ് റോഡായിട്ടുള്ളൊരു ടെറൈൻസാണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടി ബിൽഡ് ചെയ്തതിൻ്റെ പിന്നിൽ ഒരു ചെറിയ കഥയുണ്ട്. അപ്പോൾ ആദ്യം അതിനെ പറ്റിയിട്ട് പറയാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വണ്ടി നമ്മുടെ പത്തനംതിട്ട ജില്ലയിൽ പന്തളം ഭാഗത്തുള്ളൊരു വണ്ടിയാണ്. അപ്പം നമ്മുടെ ഈ കസ്റ്റമർ നമ്മുടെ അടുത്ത് വന്ന ഒരു റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ആൾ പ്രവാസിയാണ്. ആൾ നാട്ടിൽ വരുമ്പം അത്യാവശ്യം മലയും കുന്നുമൊക്കെ പുള്ളിക്ക് കയറണം, അത്യാവശ്യം ചില്ല് ചെയ്തുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ടൊരു ബിൽഡാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെ നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ പെർസ്പെക്റ്റീവിലുള്ള കുറച്ച് ആക്സസറീസും കാര്യങ്ങളൊക്കെ നമ്മൾ പുള്ളിക്ക് റെക്കമെൻഡ് ചെയ്തു. അപ്പോൾ നമ്മൾ ഒരു ഐറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി 2 ഐറ്റം ആയിരിക്കും പുള്ളി ചോദിക്കുന്നത്. അപ്പോൾ അത്രയും വൈബുള്ള ഒരു കസ്റ്റമറാണ് ഈ ഒരു വണ്ടിയുടെ ഓണർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമർ എന്നതിനെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്കൊരു ഫ്രണ്ട്ലി ബോണ്ട് പുള്ളിയായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ ഓഫ് കോഴ്സ് അത് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് സക്സസ് ആയിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ടൊരു കസ്റ്റമറിനെ കിട്ടുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വളരെ സക്സസ്ഫുള്ളി നമ്മൾ വണ്ടി ബിൽഡ് ചെയ്തു. അപ്പോൾ അതിനെയും ഒരു ഓഫ് റോഡ് ടെറൈനിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു, എത്രത്തോളം സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടിയിൽ കിട്ടുന്നു എന്നൊക്കെ അറിയാനായിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ കുറേ ആക്സസറീസ് നമ്മൾ ഇതിനകത്ത് ലോഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്ത് എനിക്ക് തോന്നുന്നു ആക്സസറീസ് ഒന്നും ഫിറ്റ് ചെയ്യാനായിട്ടൊന്നും ഇല്ല. ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് സൈഡും നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെ നമുക്കൊരു അബ്നോർമൽ ടെറൈനിൽ വർക്ക് ചെയ്യുന്നു, എങ്ങനെ ഔട്ട്പുട്ട് കിട്ടുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമ്മളിപ്പം ട്രയൽസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമ്മൾ കവർ ചെയ്യും. അപ്പോൾ ബാക്കി കാര്യങ്ങൾ പുറകെ വരും. സീ യു സൂൺ. താങ്ക് യു.